എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനിൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷൻ റിസൾട്ട് നാളെയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് അല്ല സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കുക, റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രസിദ്ധീകരിക്കുക. റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ഏത് സ്കൂളിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കോഴ്സ്, ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോഴ്സിൽ നിങ്ങളുടെ റാങ്ക് എത്രാമതാണ്, അതായത് 1, 2, 3 ഈ രീതിയിൽ റാങ്ക് മുൻഗണന അനുസരിച്ച് നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ പേര് എത്രാം സ്ഥാനത്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പിന്നീട് വാക്കൻസി ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഗെറ്റ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ ആ ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ആ ഒരു സ്കൂളിൽ എത്ര സീറ്റാണ് വാക്കൻസി ഉള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ റാങ്ക് ഈ ഒരു സ്കൂളിൽ, അതായത് ഈ ഒരു നെയ്യാറ്റിൻകരയുള്ള ഈ ഒരു സ്കൂളിൽ ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പർ എന്നുള്ള കോഴ്സിനാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എന്ന് കരുതുക. നിങ്ങളുടെ റാങ്ക് 3ആണ്, ഇവിടെ സീറ്റ് വാക്കൻസി 4ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സ്കൂളിൽ വിളിച്ചു ചോദിക്കുക നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ ആ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങളോട് പറയും നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ട്, നിങ്ങൾ വരാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും ഫീസും ഒക്കെ എടുത്തുകൊണ്ട് ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇത്ര മാത്രമാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെയാണ് ഈ ഒരു അഡ്മിഷനായിട്ട് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ഏതാണോ അതിനനുസരിച്ച്, ഏത് കോഴ്സിലാണോ സാധ്യത അതനുസരിച്ച് നിങ്ങൾ ആ ഒരു സ്കൂളിൽ വിളിച്ച് കറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം അന്വേഷിച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്, അത് വാക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.